ലോകത്ത് വഹാബി സുന്നി ഒരു വ്യത്യാസം ഇല്ലാതെ 20-ാം നൂറ്റാണ്ട് മുഴുവനും ബഹുമാനിച്ച വ്യക്തിയാണ് ഇബ്രാഹിം നിയാസിൽ കൗലഹി തങ്ങൾ. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഈ മനുഷ്യനെ കാണാൻ വേണ്ടി സ്വന്തം ഗ്രാമത്തിലേക്ക്, ആഫ്രിക്കയിലെ കുഗ്രാമത്തിലേക്ക് ഫൈസൽ രാജാവ് പോയി. എത്രത്തിൽ നിങ്ങൾ ഈ കൊട്ടാരത്തിൽ വന്നാൽ മതി, അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിപ്പിക്കാന്ന് രാജാവ് പറഞ്ഞു കേട്ടില്ല. അങ്ങോട്ട് തന്നെ പോയി. എന്തുകൊണ്ട്? അത്ര വലിയ ആളാണ്. അങ്ങനെ ഫൈസൽ പോകണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവും. ആ കാരണം നമുക്ക് വ്യക്തമാവുകയില്ല. ചിലപ്പോൾ ഇത് സ്വപ്നമായിരിക്കാം. എത്ര ആലിമ്യങ്ങളുണ്ടായിരുന്നു ആ കാലത്ത്? അതൊന്നുമില്ലാതെ മക്ക മദീന നാട് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ചക്രവർത്തി ആഫ്രിക്കയിലെ ഉൾഗ്രാമത്തിലേക്ക് ആ നാട്ടിലെ രാജാവ് പറഞ്ഞതിനപ്പുറം മറികടന്നു പോകണമെങ്കിൽ അതിന് കാരണം കിട്ടിയിട്ടുണ്ടാവും. അള്ളാഹുവിനെ അറിയണമെന്ന് ഒരാൾക്ക് കൊതിയുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുകയാ വേണ്ടത്? സ്വലാത്തിനെ പേരിക്കണം. ഏറ്റവും നല്ല സ്വലാത്തുൽ ഫാത്തിഹയാണ്. അവരിപ്പിക്കണേ, വേറൊന്നും പറ്റും. ഏറ്റവും നല്ലത് സ്വലാത്തുൽ ഫാത്തിഹയാണ്. الفاتحة لما ولك فإنها الكنز الأعظم. അതാണ് ഏറ്റവും വലിയ നിധി. والسر المطلسم وعين المعارف الأقوم. അതാണ് ഏറ്റവും വലിയ വഴി. ഏറ്റവും വലിയ അഗാധമായ ചിപ്പിയിൽ അടക്കപ്പെട്ട മുത്താണത്, രത്നമാണത്, നിധിയാണത്, പുറത്തെടുക്കാത്ത നിധിയാണത്. അത് വലിയ നിധിയ. ഏത് പറയേ? തിജാനിയ മാർഗം ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ ഖുത്ബുൽ മക്തൂം സയ്യിദി അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളിലൂടെ വന്ന മാർഗമാണ്. മറ്റു മാർഗങ്ങൾക്കൊക്കെ ഷറഫില്ലേ ഉണ്ട്, ഷറഫൊക്കെ ഉണ്ട്. പക്ഷെ അഹമ്മദ് തിജാനി തങ്ങൾ വരുന്നത് വരെയാണ് അതിൻ്റെ ഏറ്റവും മഹത്തായ ഷറഫുകൾ. അഹമ്മദ് തിജാനി തങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഷറഫായ ഏറ്റവും വലിയ ഷറഫ് അഹമ്മദ് തിജാനി തങ്ങളുടെ മാർഗത്തിനാണ്. അതാണ് തിജാനിയ മാർഗം. അതിൻ്റെ മേലെ ഒരു ഖാദിരിയത്തുമില്ല, ഒരു റിഫാഇയത്തുമില്ല, ഒരു ഷാദിരിയത്തുമില്ല, ഒന്നുമില്ല, ഒന്നുമേ ഇല്ല. എന്തുകൊണ്ട്? അങ്ങനെ ഉന്നതമായ അവർക്കൊക്കെ അതിൻ്റെതായ കയറില്ലേ ഉണ്ട്, അതിനൊക്കെ അതിൻ്റെതായ കയറുകളില്ലേ ഉണ്ട്. അതിനൊന്നും കയറില്ലായില്ല. പക്ഷെ തിജാനിയ മാർഗത്തിന് മേൽ കൈവെക്കാവുന്ന ഒരു മാർഗം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല. അത്രയും വലിയ ആളാണ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. അതിനൊന്നും യാതൊരു സംശയവുമില്ല. അപ്പൊ ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി തങ്ങളുടെ പരിശുദ്ധമായ മാർഗത്തിലെ സാഹിബുൽ ഫൈളാണ് 20-ാം നൂറ്റാണ്ടിൽ ബഹുമാനപ്പെട്ട മഹാനായ ഇബ്രാഹിം നിയാസിൽ കൗലഹി റളിയല്ലാഹു അൻഹു. എന്നെ അങ്ങ് നേതാവാക്കിയതെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ വലിയ രാജാവോ ഭരണകർത്താവോ വലിയ ആളോ ആക്കണം എന്ന് ഉദ്ദേശിക്കാനേ ഞാൻ. അപ്പൊ അവിടെ എന്താ ആ സിയാദത്ത് കൊണ്ട് എന്താ ഉദ്ദേശം? നേതൃത്വം, അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ നേതൃത്വം. അതാണ് അത് ഇബ്രാഹിം നിയാസ് ഉദ്ദേശിക്കുള്ളൂ. ഫൈസൽ രാജാവ് ഒരിക്കൽ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തു. എത്രയും എടുക്കാന്നുണ്ട്. ഫൈസൽ രാജാവ് ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തു. ഇബ്രാഹിം നിയാസിൽ കൗലഹി തങ്ങൾക്ക് അവർക്കറിയാം അത്രയും വലിയ ആളാണത്. ദ്വാരക്കണം പറഞ്ഞു. അവ പറഞ്ഞു, നിങ്ങളൊരു വഹാബിയാണ്, ഞാൻ സുന്നിയാണ്, എന്നെ കൊണ്ട് എന്തിനാ ഞങ്ങൾ ദ്വാരപ്പിക്കണം? ആരോടെ പറഞ്ഞു? ഫൈസലിനോട്. എവിടുന്നാ പറഞ്ഞ? സൗദി എന്ന് പറഞ്ഞു. ഞാൻ വഹാബിയല്ലേ, നിങ്ങൾ വഹാബിയല്ലേ, ഞാൻ സുന്നിയല്ലേ, ഞാനില്ലേ തവസ്സുലും ഇസ്തിഗാസയൊക്കെ അംഗീകരിക്കണം, എന്നെ കൊണ്ട് നിങ്ങൾ ദ്വാരപ്പിക്കണം. ഫൈസൽ ഇതിലൊന്നും പറഞ്ഞില്ല. ഫൈസൽ നമ്മൾ ദ്വാരക്കണം. സെനഗലിലേക്ക് പോയി ഫൈസൽ ഇബ്രാഹിം നിയാസിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാജാവ് പറഞ്ഞു, കൊട്ടാരത്തിൽ വന്നാൽ മതി, അയാളെ നമുക്ക് ഇങ്ങോട്ട് വിളിപ്പിക്കാം. അത് പറ്റൂല, അത് പറ്റൂല, നമ്മളവിടെ തന്നെ പോയി കാണണം. ആ ഗ്രാമത്തിൽ വന്ന് വീട്ടിൽ പോയി ഫൈസൽ രാജാവ് കണ്ടു. ആരെ? കൗലഹി തങ്ങളെ. അവരെ ഇതാപാട്. വഹാബികൾക്ക് എന്തെങ്കിലും അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതായിരിക്കാം. ഫൈസൽ രാജാവിന് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട്, ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്നാൽ പോലും അദ്ദേഹം അന്നത്തെ സാഹിബുൽ ഫൈദിനെ ബഹുമാനിച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. വഹാബിയത്തെ ഏറ്റവും വലിയ തിന്മയാണ്. അതിനേക്കാളും വലിയ തിന്മ മുസ്ലിമീങ്ങൾക്കിടയിലില്ല. പക്ഷെ അതേസമയത്ത് ഫൈസൽ രാജാവ് ഇബ്രാഹിം നിയാസിൽ കൗലഹി തങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഹൈറുണ്ടാവും, യാതൊരു സംശയമില്ല. അവരെക്കാൾ വലിയൊരാൾ 20-ാം നൂറ്റാണ്ടിൽ ആർക്കും അറിയില്ല. അത്രയും വലിയ
അപ്പൊ നിങ്ങൾ ചിന്തിക്കണം ഇതൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരാൾ സവ്വിദ എന്നെ നേതാവാക്കണം എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ നേതാവാക്കണം എന്ന് ഉദ്ദേശിക്കൂല. ആ സിയാദത്ത് എവിടെയൊക്കെയാണെന്ന് നമുക്ക് പറയാനോട് കഴിയൂല. നമുക്ക് എന്താ കുറഞ്ഞ ലോകല്ലേ അറിയുള്ളൂ. അങ്ങനെ നേതാവാക്കിയാലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ നേതൃപതിവരണം എപ്പോഴാണോ നേതാവാകൽ അവന്റെ കസറത്തുൽ ഈമാനാണത്. കസറത്തു തഅല്ലുഖ് ബില്ലാഹ്, അല്ലാഹുമായിട്ടുള്ള ബന്ധം അധികരിക്കലാണ്. അതവിടെ സവ്വിദ എന്ന വാക്കിന്റെ ഉദ്ദേശം. അല്ലാതെ ഇബ്രാഹിം നിയാസ് ഉദ്ദേശിക്കൂല, റളിയല്ലാഹു അൻഹു ഒന്നും ഉദ്ദേശിക്കൂല. من أخر عنا الورد نال سعادة الدارين في حين وأوصيك وأوصي نفسي بتقوى الله في السد والجهل والاشتغال به تعالى برفض كل ما سواه. ഞാൻ ഇബ്രാഹിം നിയാസിൽ കൗലാഹി തങ്ങളെ ഒരു വരി വായിച്ചു. ഇബ്രാഹിം നിയാസിൽ കൗലാഹി തങ്ങളുടെ പ്രസംഗങ്ങളും ലേഖനങ്ങളും ഒരുമിച്ച് കൂടിയ കിതാബാണ്. അതിന് അല്പഭാഗം ഒരുമിച്ച് കൂടിയ കിതാബാണ് കിതാബ് ജവാഹിർ റസായിൽ. ആ കിതാബ് ഞാൻ വായിക്കുക. കൗലാഹി തങ്ങൾ തന്നെയാണ് ഈ കിതാബ്. അവരുടെ ശിഷ്യന്മാർ ഒരുമിച്ചുകൂട്ടിയതാണ്. അതായത് അവരുടെ പ്രസംഗങ്ങൾ, ഇബ്രാഹിം നിയാസിൽ കൗലാഹി തങ്ങൾ നടത്തിയ പ്രസംഗങ്ങളിൽ നിന്നും അവരുടെ ചില എഴുത്തുകളിൽ നിന്നും ആളുകൾക്ക് അയച്ച കത്തുകളിൽ നിന്നൊക്കെ ചിലത് തിരഞ്ഞെടുത്തുകൊണ്ട് രേഖ ഉണ്ടാക്കിയ കിതാബാണ് ജവാഹിർ റസായിൽ. അതിൽ നിന്നുള്ള വലിയ വാചനം. മൻ ഒരാൾ അഖദ അന്നൽ വിർദ, തിജാനി മാർഗത്തെ ഒരാൾ സ്വീകരിച്ചാൽ നാല സഅദത്തദ്ദാറൈനി, രണ്ട് വീട്ടിലെ വിജയവും അവൻ കരസ്ഥമാക്കി കഴിഞ്ഞു. ഫിഹീനിഹി, ആ സമയത്ത് ഒരാൾ തിജാനി ത്വരീഖത്ത് സ്വീകരിച്ചാൽ ഇതാരാ പറയുന്നത് നിങ്ങൾ ആലോചിക്കണം. ഇതാരാ ഈ ലോകത്ത് വഹാബി സുന്നി ഒരു വ്യത്യാസവും ഇല്ലാതെ 20-ാം നൂറ്റാണ്ട് മുഴുവനും ബഹുമാനിച്ച വ്യക്തിയാണ് ഇബ്രാഹിം നിയാസിൽ കൗലാഹി തങ്ങൾ. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഈ മനുഷ്യനെ കാണാൻ വേണ്ടി സ്വന്തം ഗ്രാമത്തിലേക്ക്, ആഫ്രിക്കയിലെ കുഗ്രാമത്തിലേക്ക് ഫൈസൽ രാജാവ് പോയി. എത്രത്തിൽ നിങ്ങൾ ഈ കൊട്ടാരത്തിൽ വന്നാൽ മതി, അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിപ്പിക്കാന്ന് രാജാവ് പറഞ്ഞു കേട്ടില്ല. അങ്ങോട്ട് തന്നെ പോയി. എന്തുകൊണ്ട്? അത്ര വലിയ ആളാണ്. അങ്ങനെ ഫൈസൽ പോകണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവും. ആ കാരണം നമുക്ക് വ്യക്തമാവുകയില്ല. ചിലപ്പോൾ ഇത് സ്വപ്നമായിരിക്കാം. എത്ര ആലിമ്യങ്ങളുണ്ടായിരുന്നു ആ കാലത്ത്? അവരൊന്നുമില്ലാതെ മക്ക മദീന നാട് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ചക്രവർത്തി ആഫ്രിക്കയിലെ ഉൾഗ്രാമത്തിലേക്ക് ആ നാട്ടിലെ രാജാവ് പറഞ്ഞതിനപ്പുറം മറികടന്നു പോകണമെങ്കിൽ അതിനൊരു കാരണം കിട്ടിയിട്ടുണ്ടാവും. അങ്ങനത്തെ ആളാണ് ഈ പറയുന്നത്. മൻ ഒരാൾ അഖദ അന്നൽ വിർദ, തിജാനി വിർദിനെ ഒരാൾ സ്വീകരിച്ചാൽ നാല, അയാൾ കരസ്ഥമാക്കി സഅദത്തദ്ദാറൈൻ. ഞങ്ങളോട് പറഞ്ഞില്ലേ, അബ്ദുൽ ഹലീം മഹ്മൂദ് സ്വപ്നം കണ്ടു. എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അസ്ഹർ ഷരീഫിലെ പള്ളിയിൽ ജുമാക്ക് വന്നു, എന്നിട്ട് ജുമാക്ക് നേതൃത്വം നൽകി. സ്വപ്നം കണ്ടു അബ്ദുൽ ഹലീം മഹ്മൂദ്. ഹബീബായ നബി സ്വപ്നത്തിൽ വന്നു. ആര്? ഹബീബായ റസൂലുള്ളാഹ്. ഷെയ്ഖുൽ അസ്ഹർ ആണ്, അന്നത്തെ ഷെയ്ഖുൽ അസ്ഹർ ആണ്. ആര്? അബ്ദുൽ ഹലീം മഹ്മൂദ്. ഈ അബ്ദുൽ ഹലീം മഹ്മൂദ് എന്നവർ രാത്രി സ്വപ്നം കണ്ടു. അസ്ഹർ ഷരീഫിലെ പള്ളിയിൽ ഹബീബായ നബി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഒരു തൂണിന് ചാരിയിരുന്നു. അങ്ങനെ എല്ലാവരും വന്ന് റസൂലുള്ളാഹിനോട് ഖുത്ബ ഓതാനും നിസ്കരിക്കാനും പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി ഖുത്ബ ഓതി നിസ്കരിച്ചു. അതിന്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലായില്ല. പിറ്റേന്ന് പള്ളിക്ക് ജുമാക്ക് വരുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുൽ ഹലീം മഹ്മൂദിന്റെ സ്വപ്നത്തിൽ കണ്ടത് പ്രകാരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹർ ഷരീഫിലെ പള്ളിയിൽ വന്ന് ജുമാക്ക് വന്നിട്ട് ഒരു തൂണിന്മേൽ ചാരി ഇരുന്നതാ കണ്ട്. അതേ തൂണിന്മേൽ ചാരി അബ്ദുൽ ഹലീം മഹ്മൂദ് ജുമാക്ക് വരുമ്പോൾ ചാരി ഇരിക്കുന്നുണ്ട്. ആര്? ഇബ്രാഹിം നിയാസിൽ കൗലാഹി തങ്ങൾ. കൗലാഹി തങ്ങൾ വന്ന വാർത്ത അസ്ഹറിലൊക്കെ പരന്നു. എല്ലാവരും നിർബന്ധിച്ചു, ഖുത്ബ തരണം, നിസ്കരിച്ചു തരണം. ആ ഖുത്ബ പിന്നെ ഓതുകയും നിസ്കരിക്കുകയും ചെയ്യുന്നത് ഇബ്രാഹിം നിയാസിൽ കൗലാഹി തങ്ങളാ. അപ്പോഴാണ് അർത്ഥം മനസ്സിലായത്. ഇന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ ദുനിയാവിലെ ഖലീഫയാണ് ആര്? അബ്ദുൽ ഹലീം. ആര്? ഇബ്രാഹിം നിയാസിൽ കൗലാഹി തങ്ങൾ. ആ ജുമാക്ക് അസ്ഹറിലെ പണ്ഡിതന്മാർ കൂടിയിട്ട് അവർക്ക് പേര് കൊടുത്തു ഷെയ്ഖുൽ ഇസ്ലാം. അന്ന് കൊടുത്ത പേരാ ഷെയ്ഖുൽ ഇസ്ലാം. അബ്ദുൽ ഹലീം മഹ്മൂദിനെ പോലെ ലോകം കണ്ട പണ്ഡിതന്മാർ കൂടിയിട്ട് അസ്ഹറിൽ കൂടി കൊടുത്ത പേരാണ് എന്ത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രാഹിം നിയാസിൽ കൗലാഹി. അവരാണ് ഈ കിതാബ് എഴുതിയത്. അവരാണ് തിജാനി മാർഗത്തിലെ 20-ാം നൂറ്റാണ്ടിലെ ഖലീഫ.
അവരാണ് പറഞ്ഞത് എന്ത്. അപ്പൊ ഞാൻ ഈ സവ്യത എന്ന വാക്കുള്ളത് കൊണ്ട് നേതാവാക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു ദുനിയാവിലെ ഒരു കാര്യം ആഗ്രഹിക്കൂല. അങ്ങനെ കാര്യം ആഗ്രഹിച്ചാൽ, അങ്ങനെയാണ് ഇബ്രാഹിം നിയാസ് അവിടെ ഉദ്ദേശിക്കുന്ന ഒരാൾ പറഞ്ഞാൽ അവന്റെ ദുനിയാവ് ആഖിറത്ത് നഷ്ടപ്പെടും. അത്രയും വലിയ ആളാണ് ഇബ്രാഹിം നിയാസ് കൗലഹി തങ്ങൾ. മൻ അഖറ അന്നൽ വിർദ, കേൾക്ക്, തിജാനി മാർഗം വാങ്ങിക്കൊണ്ടേ പോരാ. മൻ അഖറ അന്നൽ വിർദ, തിജാനി മാർഗത്തെ വിർദ് ഒരാൾ സ്വീകരിച്ച് അങ്ങോട്ട് നോക്ക്. രണ്ട് വീട്ടിലെ വിജയവും അവൻ കരസ്ഥമാക്കി കഴിഞ്ഞു. അവന് ദുനിയാവും കിട്ടി, അവൻ ആ വിർദ് വാങ്ങുന്ന നേരത്തെ തന്നെ എപ്പോഴാണോ തിജാനി മാർഗത്തിൽ ഒരാൾ ബൈഅത്ത് ചെയ്തത് ആ സെക്കൻഡിൽ, ഇത് ആരുടെ വാക്കാണ്? ഇബ്രാഹിം നിയാസ് കൗലഹി തങ്ങളുടെ വാക്കാണ്. അവിടുന്ന് അപ്പൊ പറയുന്നത് അവരെ സ്ഥാനത്തിന്റെ അല്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. അക്കാലത്തെ എല്ലാ സുന്നിയും വഹാബിയും എല്ലാവരും ആദരിച്ചിരുന്നു ഇബ്രാഹിം നിയാസിനെ റളിയല്ലാഹു അൻഹു. ഒരു എന്താ പറയാ, ഒരു ത്വരീഖത്തിന്റെ മാർഗത്തിലുള്ള ത്വരീഖത്ത് സൂഫിയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ദഹിക്കൂല വഹാബിയത്ത്. അവരാണ് ബഹുമാനിക്കുന്നത് ആരെ? തിജാനി മാർഗത്തിലെ ഏറ്റവും 20-ാം നൂറ്റാണ്ടിലെ വലിയ മഹാനെ. സ്വന്തം നാട്ടിൽ പോയി സിയാറത്ത് ചെയ്ത് സന്ദർശിച്ചു. ഞങ്ങളോട് പറഞ്ഞൊരു ചെക്ക് കൊടുത്തു, എത്ര എഴുതിയെടുത്തോളി. ഹറമെന്ന് എഴുതി ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ ഇബ്രാഹിം നിയാസിനെ മനസ്സിലാക്കണം റളിയല്ലാഹു അൻഹു. എത്ര കോടി എഴുതിയെടുത്തോളി എന്നിട്ട് ബ്ലാങ്ക് ചെക്ക് കൊടുത്തു. അതായത് പൈസ എഴുതിയില്ല, എത്ര എടുത്തോളി എന്നാണ് ചെക്ക് കൊടുത്തു. ഹറമെന്ന് ഇറങ്ങി വരുമ്പോൾ രാജാവിന് ചെക്കല്ലേ, ഇറങ്ങി ഹറമെന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു കുത്തുബഖാനെ കയറി ഒരു കിതാബ് കൊടുത്തു. 5 റിയാലിന്റെ ആ ചെക്കോടെ കൊടുത്തു. അങ്ങനെയുണ്ട്. രാജാവിന്റെ ചെക്കിലെഴുതി എത്ര? 5 റിയാൽ. 5 കോടിയും 10 കോടി റിയാലും ഏതാ? നിങ്ങൾക്ക് തോന്നണല്ലേ എന്തിനാ പൈസ കളഞ്ഞു? എവിടുന്നാ വരുന്നത്? 2 നേരം തിന്നല്ലാത്ത നാട്ടിൽ നിന്ന്. എങ്ങനെ ജീവിച്ചത്? 2 നേരം തിന്നല്ലാതെ. 2 നേരം തിന്നല്ലാത്ത നാടാണെന്ന് അന്നൊന്നും ഇന്ന് തന്നെ അങ്ങനെയാണ്. അപ്പൊ അന്ന് എങ്ങനെ ഇരിക്കും? അവിടുന്ന് അവരെ ലോകത്തെ ഏറ്റവും വലിയ ഒരു ഇൽമിന്റെ മർക്കസ്, ഒരു കേന്ദ്രം അവിടെ ഉണ്ടാക്കാൻ ഈ ചെക്ക് മതി. എന്നാലും ആരും കുറ്റം പറയില്ല. ആ ചെക്ക് കൊണ്ട് അവരെന്ത് ചെയ്തു? ആ ചെക്ക് കൊണ്ട് അവരെന്താ ചെയ്തത്? 25 കോടി ഡോളർ എഴുതിയെടുത്തു. ആ പൈസ കൊണ്ട് ആഫ്രിക്കയിൽ വലിയൊരു ഇസ്ലാമിക കേന്ദ്രം ഉണ്ടായി. ഇന്നവിടെ ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ആരും കുറ്റം പറയില്ല. രാജാവിന്റെ ചെക്ക് ഒരു ബുക്ക് സ്റ്റാളിൽ കൊടുത്തു, അവിടുന്ന് ചെറിയ കിതാബ് കൊടുത്തു. അതാ ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു. വിചാരിച്ചാളി, മനസ്സിലായിക്കാളി എന്താ തിജാനിയത്ത്. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിജാനി മാർഗം എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളെ അല്ലാഹു തആല അദാബാക്കാൻ തീരുമാനിച്ചു എന്നല്ലാതെ ഞാനൊന്നും പറയുന്നില്ല. ഒരാൾക്ക് ഖാദിരിയാകാം, റിഫായിയാകാം, എന്തോ ആവാം. പക്ഷെ അയാൾ തിജാനിയത്തിന് ആക്ഷേപിക്കാൻ പാടില്ല. കഴിഞ്ഞ് തിജാനി മാർഗത്തെ ആക്ഷേപിച്ചിട്ട് ഒരാൾ പരലോകത്തെന്നാൽ അബ്ദുൽ ഖാദിർ ജീലാനി അയാളെ സ്വീകരിക്കില്ല റളിയല്ലാഹു അൻഹു. അങ്ങനെ ആരും വിചാരിക്കില്ല. അങ്ങനെ ആരും ഇന്നത്തെ ഈ ദുനിയാവിന്റെ പുലിമ കണ്ട് വഞ്ചിതരാകണ്ട. മൻ അഖറ അന്നൽ വിർദ, തിജാനി മാർഗത്തിന്റെ വിർദിനെ ഒരാൾ സ്വീകരിച്ചാൽ നാല സഅദത ദാറൈനി, 2 വീട്ടിന്റെ വിജയവും അവൻ കരസ്ഥമാക്കി. ഫി ഹീനിഹി, ആ സമയത്ത് തന്നെ. പിന്നെ ഞാൻ നിന്നോട് വസിയത്ത് ചെയ്യുന്നു, നഫ്സി, എന്റെ നഫ്സിനോട് വസിയത്ത് ചെയ്യുന്നു. ബിതഖ്വല്ലാഹ്, തിജാനി എന്ന് പറഞ്ഞ് നടന്നാ പോരാ, എന്ത് വേണം? പടച്ചോനെ പേടിക്കണം. ബിതഖ്വല്ലാഹ് ഫി സിർരി വൽ ജഹ്രി, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ പേടിച്ചോ. തിജാനിയാകുക, നിങ്ങളുടെ രഹസ്യവും പരസ്യവും പറയേ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക. അല്ലാഹു തആലയുമായി ബന്ധപ്പെടുക. അല്ലാത്ത എല്ലാം ഒഴിവാക്കുക. നടപ്പാക്കണ്ട്. അങ്ങനത്തെ ഒരാളെങ്ങനെ ദുനിയാവിലെ കാര്യത്തിന് പിന്നാലെ കൂടുക? എന്ന വാക്കിന്റെ അർത്ഥം ദുനിയാവിലെ സിയാദത്തല്ല. പറഞ്ഞത് മനസ്സിലായില്ലേ മോനെ? നബിയെ നിങ്ങൾ ഇന്നെ നേതാവാക്കണം എന്നപ്പാ പറഞ്ഞവർ. ഏതാണ് നേതാവാക്കൽ? അല്ലാഹു എടുക്കൽ. ഒരാൾ തിജാനി മാർഗം സ്വീകരിച്ച പിന്നെ എന്ത് ചെയ്യണം? രഹസ്യത്തിലും പരസ്യത്തിലും തഖ്വ ചെയ്യണം, പടച്ചോനെ പേടിക്കണം.
വളരെ ചിന്തിക്കി. തിജാനിയ മാർഗം എന്ന് പറഞ്ഞ ഇന്ന് ലോകത്ത് കിട്ടാനുള്ള ത്വരീഖത്തുകളിൽ ഏറ്റവും മേലെയായ ത്വരീഖത്ത് തിജാനിയത്താണ്. ത്വരീഖത്തൊക്കെ നശിച്ചുപോയി, ഇനിയൊന്നും നന്നാവൂല, അങ്ങനെ എന്നാലും വിചാരിക്കണ്ട. കാട്ടിക്കൂട്ടൽ പലതും നടക്കുന്നുണ്ടാവും, പലയിടത്തും നടക്കുന്നുണ്ടാവും. അതിനൊന്നും വഞ്ചിതരാകണ്ട. അതെന്തിനും നടക്കും കാട്ടിക്കൂട്ടൽ. പല ത്വരീഖത്തുകളിലും കാട്ടിക്കൂട്ടൽ. അതെന്തിനാ കാട്ടിക്കൂട്ടലില്ലാത്ത? ഇതിലൊന്നും വഞ്ചിതരാകേണ്ട. തിജാനിയ മാർഗം ലോകാവസാനം വരെ നശിക്കുകയില്ല. അത് ഖാതിമുൽ വിദായത്ത് കിട്ടിയ അഹ്മദ് തിജാനി തങ്ങളുടെ മാർഗമാണ്. റളിയല്ലാഹു അൻഹു. അത് നശിക്കൂല, ഒരിക്കലും നശിക്കൂല. ആ വിറുദൻ എന്നെ പ്രത്യേകത. ആ വിറുദി എന്നാൽ കേവലം 4 ആൾക്ക് ഫാത്തിഹ ഓതലല്ല. എങ്കിലും 4 ആക്കളം മരിച്ചുപോയ ഏതെങ്കിലും 4 ആൾക്ക് ഫാത്തിഹ ഓതലല്ല തിജാനി വിറുദ്. തിജാനിയ മാർഗം എന്നാൽ അതിന്റെ വിറുദി എന്നാൽ 4 ആൾക്ക് ഫാത്തിഹ ഓതലല്ല. അത് അല്ലാഹുവിന്റെ ഹബീബ് കൽപ്പിച്ച പ്രത്യേകമായ ദിക്റാണ്. ഒന്ന് ഇസ്തിഗ്ഫാറാണ്, ഒന്ന് സ്വലാത്താണ്, ഒന്ന് തഹ്ലീലാണ്. കഴിഞ്ഞു. അതൊന്നുമില്ല. പിന്നെ ശരീഅത്തനുസരിച്ച് ജീവിക്കലാണ്. ഇദാ സമിഅ്തും അന്നി ശൈഅൻ, ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്നോ പിന്നീട് ഏതെങ്കിലും ഒരു കാലത്തോ കേട്ടാൽ, അഹ്മദ് തിജാനി തങ്ങളുടെ വാക്കാണ്, ഫസ്നൂഹു ബിമീസാനി ശർഈ, ശരീഅത്തിന്റെ തുലാസിലിട്ട് തൂക്കി നോക്കുക. ഞാൻ എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ കേട്ടാൽ അതങ്ങനെ വീഴരുത്. ഞാൻ മരിച്ചിട്ടോ പിന്നീടോ ഖിയാമത്ത് നാളിന്റെ ഇടയിൽ ഒരാളിനോട് പറഞ്ഞു അഹ്മദ് തിജാനി തങ്ങൾ നിസ്കാരം ഒഴിവാക്കാതെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ പറയാലോ. അഹ്മദ് തിജാനി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാൾ പറഞ്ഞത് കേട്ടാൽ ഫസ്നൂഹു ബിമീസാനി ശർഈ, നിങ്ങൾ ശരീഅത്തിന്റെ തുലാസിലിട്ട് ആ വാക്കിനെ തൂക്കി നോക്കണം. ഇൻ വാഫഖ, ശരീഅത്തിനോട് യോജിക്കുമെങ്കിൽ ഖുദൂഹ്, എടുത്തോളൂ. വഇല്ലാ ഫത്റുക്കൂ, ഇല്ലെങ്കിൽ ഒഴിവാക്കി. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല? ശരീഅത്തിനെതിരായ ഒരു കാര്യവും ഞാൻ പറയില്ല. എൻ്റെ വല്ലിപ്പ മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ജീവിച്ചത് ശരീഅത്ത് നടപ്പിലാക്കാൻ വേണ്ടിയാണ്. അതേ ഞാൻ പറയുള്ളൂ, ഒന്നും പറയില്ല. വളരെ ചിന്തിക്ക് എന്താ പറയാനുള്ളത്? അതെന്ന് ഏതെങ്കിലും ഒരു മദ്ഹബിൽ അതിന് വഴിയുണ്ടാവും, ഇല്ലാണ്ടാവില്ല. മദാഹിബുൽ അർബഈൽ ഏതെങ്കിലും ഒരു മദ്ഹബിൽ അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തൊരു കാര്യം. അത് തിജാനി മാർഗത്തിലുള്ള ആളുകൾ ആരാണ്? മലിക്കിയിലുണ്ട്, ഷാഫിഈയിലുണ്ട്, ഹംബലിയിലുണ്ട്, ഹനഫിയിലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? തിജാനിയ മാർഗം പിടിച്ച് കയ്യും വെച്ചിട്ട് ബയ്യത്തും ചെയ്ത് പോയാൽ പോരാ. ഈ പടച്ചോനെ പേടിക്കണം. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുമായി നീ ശുഗലാകണം. അല്ലാഹു അല്ലാത്ത എല്ലാത്തിനെയും നീ ഒഴിവാക്കണം. ആരെ മാത്രം പിടിക്കണം? അല്ലാഹു അല്ലാത്ത ഒന്നിനും നീ വഞ്ചിതനാകണ്ട. വഅലം, അറിയുക, നീ അറിയുക, അന്നമാ സിവാഹു, അല്ലാഹു അല്ലാത്തതെല്ലാം കസ്റാബിൻ, ഒരു മരീചിക പോലെയാണ്. കസ്റാബിൻ ബിഖിഅത്തിൻ യഹ്സബുഹു അൽ-ളംആനു മാആ. മരീചിക എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ മരീചിക. യഹ്സബുൽ ളംആനു, ദാഹപരവശൻ വിചാരിക്കും, മാഅൻ, അതിനെക്കുറിച്ച് വെള്ളമെന്ന്. ഹത്താ ഇദാ ജാഅ ലം യജിദുഹു ശൈഅൻ, ഒന്നും ഉണ്ടാവില്ല അവിടെ. അല്ലാഹു അല്ലാത്ത ഒന്നിന്റെ പിന്നാലെ നടക്കണ്ട. ആരെ മാത്രം പിടിച്ചോ? അല്ലാഹ്. ഞാൻ നിന്നോട് വസിയത്ത് ചെയ്യും. ഏതൊരു തിജാനിയോട് വസിയത്ത് ചെയ്തതാണ്? ഏതൊരു തിജാനിയാണെങ്കിൽ ഈ ലോകം മുഴുവൻ നിസ്സാരമായിരിക്കും. തിജാനിയാണെങ്കിൽ ഒന്നിന് പേടിണ്ടാവില്ല. ആരെല്ലാരെ? അല്ലാഹു. 228 ക്ലാസ് കഴിഞ്ഞു. ഞായറാഴ്ച അടുത്ത വിളിച്ച് 229ാമത്തെ ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തേ ആ ക്ലാസ്സിന് കാരണം? അല്ലാഹു തആല എനിക്ക് തിജാനിയത്തിന് തന്നതാണ്. ആ 228 ക്ലാസ്സിൽ പറഞ്ഞ വാക്ക് നിങ്ങൾക്കറിയോ? അല്ലാത്തൊരാളെയും പേടിക്കണ്ടാണ്. അല്ലാഹ് അങ്ങനെയാണോ? അല്ലേ? അല്ലാഹ് ഒരാൾ പേടിക്കണ്ട. ആര് പിന്നാലെ കൂടി അല്ലാഹ് നിന്റെ പിന്നാലെ കൂടണ്ട. അല്ലാഹ് പിന്നാലെ കൂടി 228 ക്ലാസ് കഴിഞ്ഞു. അല്ലാഹനെ പിടിച്ചോളി, അല്ലാഹനെ പിടിച്ചോളി. واعلم ان ما سواه كسراب بقيعة يحسبه الظمآن ماء. അല്ലാഹു അല്ലാത്തതെല്ലാം മരുഭൂമിയിലെ മരീചികയെ പോലെയാണ്.
മരുഭൂമിയിൽ യാത്ര ചെയ്യുന്നവൻ ദൂരെ എന്ത് കാണും? പകലിന്റെ നട്ടുച്ച നേരത്തെ മൃഗതൃഷ്ണകൾ കാണും. അത് കാണുമ്പോൾ ഇവൻ എന്ത് വിചാരിക്കും? അത് വെള്ളമാണ്. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരിക്കല് എനിക്ക് തോന്നുന്നു, ഞാൻ റിയാദിൽ നിന്ന് ബുറൈദയിലേക്ക് പോവാണ്. 1993 അത് 1993 ഒരു വണ്ടിയിൽ പോവാണ്. അപ്പം ഇങ്ങനെ നല്ല നട്ടുച്ച നേരമാണ്. അപ്പം അങ്ങനെ ദൂരത്ത് കാണുമ്പോൾ ഡ്രൈവർ അടുത്തിരുന്ന് പോവാം. അപ്പം ഇങ്ങനെ ദൂരെ ഇങ്ങനെ കാണുമ്പോൾ അവിടെ എന്ത് കണ്ടു? തളം കെട്ടി നിൽക്കുന്ന വെള്ളം, വലിയ വെള്ളം. അപ്പോൾ ഒരു സ്വപ്നം പോലെ മനസ്സിലിങ്ങനെ വിചാരിക്കും, എന്ത് അവിടെ എത്തിയപ്പോൾ എന്താ വെള്ളത്തിൽ കൂടെ ഇനിയിപ്പോൾ എങ്ങനെ വണ്ടി പോവാ? ഇതങ്ങനെ കണ്ടു നമ്മൾ മരീചിക പണ്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോൾ അത് മനസ്സിൽ കയറി വന്നില്ല. പിന്നെയും കാണുന്നെ, പിന്നെ കുറേ നേരം പിന്നെ അത് ചിന്തിച്ചില്ല. പിന്നെയും അപ്പോൾ വെള്ളം കഴിഞ്ഞു, നോക്കുമ്പോൾ വീണ്ടും വെള്ളം. അപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട മാതിരി തോന്നി. വണ്ടി പറക്കന്നെയാണ്. 100-120 സ്പീഡിൽ വണ്ടി ഓടുമ്പോഴും നമ്മൾ വെള്ളത്തിനോട് എത്തുന്നില്ല. മനസ്സിലായില്ലേ? എന്നെ മരീചിക ഞാൻ കണ്ടതാണ്. മരുഭൂമി യാത്രയും അങ്ങനെ തോന്നുന്നു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നവൻ ഈ ദൂരെ കാണുന്ന മൃഗതൃഷ്ണകളെ നോക്കിയിട്ട് എന്ത് തോന്നും? ഇത് വെള്ളാണ് തോന്നും. പക്ഷേ അവിടെ എത്തിയാൽ ഒന്നും കിട്ടാല്ല. ഇബ്രാഹിം യാസ് തങ്ങളുടെ വസിയത്തിന്റെ ബാക്കിയാ വായിക്കാൻ എല്ലാവർക്കും നിങ്ങളൊക്കെ പലരും ചിന്തിക്കണം. തിജാനിയ മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ് ആ മാർഗം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസീലതക അൽ-ഉദ്മാ ബിൽ-ഇക്സാരി മിന സ്വലാത്തി അലൈഹി. നീ നിന്റെ ഏറ്റവും വലിയ മധ്യവർത്തിയാക്കുക ആരെ? റസൂലുള്ളാഹി. എങ്ങനെ മധ്യവർത്തിയാക്കണം? ബിൽ ഇക്സാരി സ്വലാത്തി മിന സ്വലാത്തി അലൈഹി. റസൂലുള്ളാഹിന്റെ മേൽ നീ സ്വലാത്തിനെ പെരുപ്പിക്കുക. فإن ذلك هو الطريق لمن يريد الوصول إلى معرفة الله. അല്ലാഹുവിനെ അറിയണമെന്ന് ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന്റെ മാർഗമാണ് എന്ത്? ഇക്താറു സ്വലാത്തി അലൻ നബിയിൽ മുസ്തഫ, പുണ്യ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തിനെ പെരുപ്പിക്കുക. വളരെ ചിന്തിക്കണം. ചിന്തിക്കുക. ഒന്നുമില്ല തിജാനിയ മാർഗത്തിൽ ഒരു എന്താ പറയുക, ഒരു അത്ഭുതം കാണിക്കലില്ല, കാണിപ്പിക്കലില്ല, ഒന്നുമില്ല. സ്വലാത്തിനെ പെരുപ്പിക്കുക, ഔറാദ് ചൊല്ലുക, സ്വലാത്തിനെ പെരുപ്പിക്കുക, ശരിയാത്തനുസരിച്ച് ജീവിക്കുക. വേറൊരു പരിപാടിയില്ല. ഒന്നുമില്ല. ഓരോരുത്തരും പറയാൻ തുടങ്ങി കുത്തറാത്തീബിൻ്റെ കാലം കഴിഞ്ഞോട്ടെ, കുത്തറാത്തീബിൻ്റെ കാലം കഴിഞ്ഞു എന്നുള്ള പ്രസംഗങ്ങൾ ഇന്ന് സുന്നികൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിട്ടും. തിജാനിയത്തിലൊന്നുമില്ല. തിജാനിയത്തിൽ കുത്തറാത്തീബില്ല, കുത്താത്തറാത്തീബില്ല, ഒന്നുമില്ല. അന്ന് തെറ്റുമല്ല. ചില കാലത്തെ ശരികൾ ചില കാലത്ത് നിന്നു. എന്നാൽ ചില ശരികൾ ഒരു കാലത്ത് നിൽക്കൂല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സുന്നി പണ്ഡിതന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ തന്നെ പറയാൻ തുടങ്ങി, എന്ത് കുത്തറാത്തീബിൻ്റെ കാലം കഴിഞ്ഞോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം കുത്തറാത്തീബിൻ്റെ കാലം തുടങ്ങിയാലും പ്രശ്നമില്ല, കഴിയാൻ പ്രശ്നമില്ല. എന്തുകൊണ്ട്? എൻ്റെ മാർഗത്തിൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. തെറ്റുമായിട്ടല്ല. ഇത് ആഖിർ സമാനാണ്. ആഖിർ സമാനിൽ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇളകിയ മനസ്സാണ്. മനസ്സിലായില്ലേ? ഒരു കറാമത്തോണ്ട് ഓട്ടടക്കലും പെടല്ല. ശരിയത്തനുസരിച്ച് ജീവിക്കാം. അല്ലാഹുവിന്റെ റസൂലിനെ നീ ആക്കുക, വസീലത്തക്കൽ ഉളമാ, ഏറ്റവും വലിയ മധ്യവർത്തിയാക്കുക, ബിൽ ഇക്സാരി മിന സ്വലാത്തി അലൈഹി, ഹബീബാ നബിയുടെ മേൽ സ്വലാത്തിനെ പെരുപ്പിച്ച്. ശരിയാത്തിനെ പിടിക്കേണ്ട ഇതുപോലെ പിടിച്ചാൽ കറാമത്തിനപ്പുറം ഉണ്ടാവും. ശരിയാത്തിനെ പിടിക്കണം, ഒന്നും വേണ്ട. ശരിയത്തിനെ പിടിച്ചോ, നേരെ പിടിക്കുക. ശരിയത്തോണ്ടുള്ള ത്വരീഖത്താണ് തിജാനിയത്ത്. തിജാനിയ മാർഗം എന്നാൽ എന്താണെന്നാൽ, തിജാനിയം എന്നാൽ അത്വരീഖത്തു ബിശരീഅത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീഅത്തിനെ പിടിക്കലാണ് എന്ത്? തിജാനിയ മാർഗം. വേറൊരു പരിപാടിയില്ല. ഔറാദുകളൊന്നും നേരത്തിലേ ഉള്ളൂ. ഇസ്തിഗ്ഫാർ, സ്വലാത്ത്, തഹ്ലീൽ, വേറൊന്നുമില്ല. ചില ത്വരീഖത്തുകളിൽ ത്വരീഖത്ത് 10 ഫാത്തിഹ, 11 ഫാത്തിഹ, 4 നാൾ മുതൽ 4 നാൾ വരെ, അതാണ് അതിൻ്റെ തീർത്ത്
അങ്ങനൊന്നുമില്ല. ചില ത്വരീഖത്തുകളിൽ ചില സ്ഥലത്ത് ഉള്ള വിരുദ്ധാവില്ല, ചില സ്ഥലത്തുള്ള വിരുദ്ധ. ഒരു തിജാനിക്ക് അമേരിക്കയിൽ പോയി ഇറങ്ങിയാലും അവിടുത്തെ വദീഫയിൽ പങ്കെടുക്കാം. എന്തുകൊണ്ട്? ലോകത്തുള്ള എല്ലാ ആളുകളുടെയും എല്ലാ നാട്ടിലും തിജാനി വദീഫ ഒന്നാ, വിരുദ്ധൊന്ന, വദീഫ ഒന്ന. എന്നാൽ മറ്റു പല ത്വരീഖത്തുകളും പിന്നെ അങ്ങനെയല്ല. ഒരു സ്ഥലത്തുള്ളതല്ല മറ്റൊരു സ്ഥലത്ത്, ഒരു ഷെയ്ഖ് കൊടുത്തല്ല മറ്റൊരു ഷെയ്ഖ്. അതിൻ്റെ അവസ്ഥ എന്താണ് അല്ലാഹു ആലം, എനിക്കറിയില്ല, ഞാൻ അതിനെ വിമർശിക്കാനില്ല. അതേസമയത്ത് തിജാനിയത്തിൽ അങ്ങനെ ഒന്നുമില്ല. ലോകത്ത് കോടിക്കണക്കായ തിജാനികളുണ്ട്, അവർക്കെല്ലാം ഒരു വിരുദ്ധാണ്, ഒരു വദീഫയാണ്, ഒരു ഹൈലലെ, ഒന്നുമില്ല, വേറൊന്നുമില്ല. പിന്നെന്താ ബാക്കി നേരം ചെയ്യേണ്ടത്? ജമാഅത്തിൽ പങ്കെടുക്കുക, നിസ്കരിക്കുക, ഖുർആനോദുക, അമ്മാനെ പോറ്റുക, ബാപ്പാനെ പോറ്റുക, കുടുംബം പോറ്റുക, പള്ളി മദ്രസ, ആ നാട്ടിലെ പള്ളിയും മദ്രസയും അതിൻ്റെ ഒപ്പം നിന്ന് നടത്തി കൊടുക്കുക. ദീന് ദർസ്, അത് ഖാദിരി നടത്തിയാലും റിഫായി നടത്തിയാലും അതിലൊക്കെ സഹകരിച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? ഇമാമത്ത് നിൽക്കുന്നവൻ ആരാണെങ്കിലും വേണ്ടില്ല, ഇമാമത്തിന് പറ്റിയാൽ മതി അവന് ജമാഅത്തിൽ കൂടുക. ചില ആളുകളുണ്ട്, അവരാൾക്ക് ഇമാമത്ത് നിന്നാൽ മാത്രമേ കൂടുള്ളൂ. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഹൗലുംകരിയിൽ കാറി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, അത് കഴിഞ്ഞാൽ പിന്നെ പോയി നിസ്കരിക്കും. അങ്ങനത്തെ വഴികളുണ്ട്. ഒന്നും ഇതല്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം, ഒന്നിനും മാറിക്കാൻ പാടില്ല. ഓരോ നാട്ടിലെ നന്മക്ക് സഹകരിക്കുക. വൃത്തദീനിയായ മാർഗം എന്ന് പറഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വൃത്തദീനിയായ ചില മാർഗങ്ങളുണ്ട്. ആ മാർഗത്തിനെയും ആ സംഘടനകളെയും മാർഗത്തെയും ഒക്കെ സഹായിക്കുക, അതിൻ്റെ കൂടെ കൊടുക്കുക. കാരണം അതാണ് അവിടുത്തെ ദീനിൻ്റെ മാർഗം. ആ മാർഗത്തെയൊക്കെ സഹകരിക്കുക. മനസ്സിലായില്ലേ? ഒരു വെറുതെ ഒന്നുമില്ല, ശരിയാ നടപ്പിലാക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി ഫഇന്നദാൽ, നീ എന്ത് ചെയ്യണം? നിനക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? വത്തഖിദ് റസൂലല്ലാഹ് വസിലതകൽ ഉൽമാ, ഏറ്റവും വലിയ മധ്യവർത്തി നബിയാക്കണം. എന്നാ നിനക്ക് വളരാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ വളരാം. നിന്റെ മധ്യവർത്തി ആരാകണം? പറയാം, അള്ളാഹുവിനേക്കുള്ള നിന്റെ മധ്യവർത്തി ആരാകണം? ഹബീബായ നബിയാകണം. അതല്ലേ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രതിനിധിയല്ലേ പിടിക്കണ്ടേ? ഹബീബായ നബിയുടെ മേലെ സ്വലാത്തിനെ പെരുപ്പിക്കൽ കൊണ്ട്, സ്വലാത്തിനെ പെരുപ്പിക്കുക എന്നത് അള്ളാഹുവിനെ അറിയണമെന്ന് ഒരാൾക്ക് കൊതിയുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുകയാ വേണ്ടത്? സ്വലാത്തിനെ പെരുപ്പിക്കണം. ഏറ്റവും നല്ല സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹയാണ്. പെരുപ്പിക്കണേ, വേറൊന്നും പറ്റും. ഏറ്റവും നല്ലത് സ്വലാത്തുൽ ഫാത്തിഹ. الفاتحة لما أغلق فإنها الكنز الأعظم, അതാണ് ഏറ്റവും വലിയ നിധി. والسر المطلسم وعين المعارف الأقوم, അതാണ് ഏറ്റവും വലിയ വഴി. ഏറ്റവും വലിയ അഗാധമായ ചിപ്പിയിൽ അടക്കപ്പെട്ട മുത്താണത്, രത്നമാണത്, നിധിയാണത്, പുറത്തെടുക്കാത്ത നിധിയാണത്. അത് വലിയ നിധിയാ. ഏത് പറയേ? അള്ളാഹുവിനെ ഏറ്റവും ചൊവ്വായ നിലക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ മാർഗവും അതന്നെയാണ്. സ്വലാത്തുൽ ഫാത്തിഹിന് 3 മർത്തബകൾ ഉണ്ട്. മർത്തബത്തുൽ ളാഹിറ, മർത്തബത്തുൽ ബാത്തിന, മർത്തബത്തു ബാത്തിനത്തിൽ ബാത്തിന. 3 മർത്തബുണ്ട് സ്വലാത്തുൽ ഫാത്തിഹിന്. ഒന്ന് ളാഹിറത്ത്, ഒന്ന് ബാത്തിനത്ത്, ഒന്ന് ബാത്തുനിൽ ബാത്തിനത്ത്. ഒന്ന് പുറം, ഒന്നുള്ളു, ഒന്നുള്ളിൻ്റെയും ഉള്ളു. എങ്ങനെ പൊങ്ങൾ? അതിനനുസരിച്ച് അള്ളാഹുവിനെ കയറ്റി തരും. ഞാൻ തിജാനിയ എന്ന് പറഞ്ഞിട്ട് ബയ്യാത്ത് വാങ്ങിപ്പോയി, പിന്നെ ഒരു പണിയെടുത്തില്ല. തിജാനിയ എന്ന് പറഞ്ഞാണ് പോയി, പിന്നെ ഒരു പണിയെടുത്തില്ല, കഴിഞ്ഞ്. മനസ്സിലായില്ലേ? നിന്നിന്റെ വിറുത് കൃത്യമാക്കുക, വളീഫ കൃത്യമാക്കുക. തിജാനിയത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. വിറുദു സബാഹി ഒരു 15 മിനിറ്റ്, വിറുദുൽ മസായി 15 മിനിറ്റ്, പിന്നെ വളീഫ എന്നൊരു അമലുണ്ട് 24 മണിക്കൂറിൻ്റെ ഇടയിൽ. പിന്നെ വെള്ളിയാഴ്ച അഫ്ളൽ ഔഖാത്തായ വെള്ളിയാഴ്ച അസറിന്റെ ശേഷം മഗ്‌രിബിന് മുമ്പായി തഹ്ലീൽ കഴിഞ്ഞു. ബാക്കി നേരം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ എല്ലാ ഫർളുകളും വീട്ടുക. പിന്നെ ഇക്സാറുൻ നവാഫിൽ സുന്നത്തിനെ പെരുപ്പിക്കുക, ഖുർആൻ ഓതുക. പിന്നെ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പെരുപ്പിക്കേണ്ട കാര്യമാണ് എന്ത്? ഇക്സാറു സ്വലാത്തി അല നബിയിൽ മുസ്തഫ. ഉള്ള നേരം മുഴുവൻ റസൂലുള്ളാഹിക്ക് സ്വലാത്തില്ല. അതിൽ ഏറ്റവും പ്രധാനം സ്വലാത്തുൽ ഫാത്തിഹയല്ല. സ്വലാത്തുൽ ഫാത്തിഹന് 3 മർത്തബകളുണ്ട്. മർത്തബത്തുൽ ളാഹിറ, മർത്തബത്തുൽ ബാത്തിന, മർത്തബത്തു ബാത്തിനിൽ ബാത്തിന. പുറം, ഉള്ള്, ഉള്ളിൻ്റെ ഉള്ള്, അങ്ങനെ 3 വഴികൾ, 3 മർത്തബകളുണ്ട്. ഇങ്ങനെയൊക്കെ ഇല്ല മാരിഫത്തില്ല. നിനക്ക് ആരെ മാരിഫത്ത് കിട്ടണം? അള്ളാഹനെ തിരിയണം. അള്ളാഹനെ തിരിയാണെങ്കിൽ അള്ളാഹിന്റെ ആളെ പിടിക്കണ്ടേ? ഒരാൾക്ക് അമേരിക്കയിൽ പോകണമെങ്കിൽ
വിമാനത്തിൽ കയറിയാണ് പറഞ്ഞാൽ മതി. വിമാനത്തിൽ കയറ്റു. ഒരാൾക്ക് അമേരിക്ക പോകണമെങ്കിൽ എന്ത് ചെയ്യുക? അതാദ്യം ഒരാൾക്ക് അമേരിക്ക പോകണമെങ്കിൽ എന്തുകൊണ്ട് അയ്യേ അമേരിക്കൻ കോൺസുലേറ്റിലേക്ക് ഇവൻ്റെ പാസ്പോർട്ട് എത്തിക്കണം. ആ പാസ്പോർട്ടും അതിലുള്ള വിവരം വെച്ചിട്ട് സെർച്ച് ചെയ്യും. ആര്? അംബാസഡർ. ഇവനങ്ങോട്ട് പറ്റുമോ? അതോ ഇവൻ്റെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ് ഇവൻ വിമാനത്തിന് തന്നെ ജീവൻ പോയിട്ട് അതിൻ്റെ പൈസയും കൂടി അമേരിക്ക കൊടുക്കേണ്ടി വരുമോ? അതോ ഇവൻ വല്ല ബോംബും അരി കെട്ടി പോണ സൈസാണോ? അപ്പോൾ ഒക്കെ പരിശോധിച്ചു. അമേരിക്കയുടെയും ഇന്ത്യക്കാരുടെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ് ആര്? ഈ കോൺസുലേറ്റർ, ഈ അംബാസഡർ. അയാൾ പരിശോധിച്ചു, ക്ലിയറാണ്, പോയിക്കോ. അയാൾ അറിയാതെ ഒരാൾക്ക് അമേരിക്ക പോകാൻ കഴിയില്ല. അള്ളാഹുവിലേക്ക് അള്ളാന്റെ അംബാസഡർ പറയുന്നുണ്ട്, അത് മുഹമ്മദ് മുസ്തഫയാണ്. ഞാൻ ഇനി ഏജന്റുമാരുണ്ടോ? അതിൽപ്പെട്ട ഏജന്റാണ്, വലിയ ഏജന്റാണ് ആര്? അഹമ്മദ് ജനതകൾ. ഏജൻസിയെ കണ്ടു. ഏജൻസി ഒന്നും കുഴപ്പമില്ല. നമ്മളിപ്പം അമേരിക്ക പോവുകയാണെങ്കിൽ നമ്മൾ നേരെ കോൺസുലേറ്റ് പോവോ? ഇല്ല, നമ്മൾ അടുത്ത ട്രാവൽസ് പോവും. ഓരോ ട്രാവൽസ് ഉണ്ടല്ലോ, ഇനി ട്രാവൽസിൻ്റെ പേര് പറഞ്ഞ് മറ്റൊരു കൂടി പറഞ്ഞാൽ നമുക്ക് പരസ്യം കിട്ടില്ല എന്ന് പറയണ്ട, പേര് പറയുന്നില്ല. ആ ട്രാവൽസിൻ്റെ ആൾ കണ്ടു, ആ എടാ അമേരിക്ക പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഓ, അമേരിക്ക പോകാൻ ഉദ്ദേശിക്കുന്നവരെ അവിടെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അയാൾക്ക് അതിന് കുഴപ്പമില്ല. പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ? ആ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. പാസ്പോർട്ട് ഉണ്ട്. അപ്പോൾ ആദ്യം ഇയാൾ പാസ്പോർട്ട് ചെക്ക് ചെയ്യും. അത് 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എക്സ്പയർ ആണ് പാസ്പോർട്ടാണെങ്കിൽ ഇയാൾ പറയും ഇത് നടക്കില്ല, ഈ പാസ്പോർട്ട് പുതിയ നിർത്തണം. ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടേ എന്ത് ചെയ്യുള്ളൂ? പാസ്പോർട്ട് എംബസിക്ക് അയക്കുള്ളൂ. ചിലപ്പോൾ എംബസിക്ക് ഇയാൾ വേണ്ടി വരില്ല. ഇയാളെ ഏൽപ്പിച്ചാൽ മതി. ഇയാൾ എംബസി പോവും, വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. അമേരിക്കൻ കോൺസുലേറ്റ് പിന്നെ എന്തുണ്ടാവുമെന്നറിയോ? പിന്നെ അതിൽ ചില ചെക്കിങ്ങളൊക്കെ പോലീസ് വീട്ടിൽ വരുമല്ലോ, അല്ലെങ്കിൽ അടുത്തൊരു ഓഫീസിൽ കുറിച്ച് പരിശോധിക്കലൊക്കെ ഉണ്ടാവും. അമേരിക്കൻ കോൺസുലേറ്റിക്കൊന്നും ഇപ്പം പോകേണ്ടി വരില്ല. അതൊക്കെ മധ്യവർത്തി പോവും. ഇതൊക്കെ ഭൗതിക ലോകത്ത് നടക്കുന്ന കാര്യമല്ല, അതന്നെ ആത്മീയ ലോകം. അഹമ്മദ് ജനതകൾ ബന്ധപ്പെട്ടു. അതൊക്കെ അള്ളാഹിന്റെ മാരിഫത്ത് കിട്ടണം. മാരിഫത്ത് നൂറിട്ട് പറയാനല്ല ഉണ്ട്. ജാതി അതിൻ്റെ ആളെ കാണാൻ അഹമ്മദ് ജനതകളാണ്. ആയിക്കോട്ടെ, അത് പറഞ്ഞൊക്കെ കേട്ടു. എൻ്റെ പാസ്പോർട്ട് ആദ്യം ക്ലിയറാക്ക്, എൻ്റെ വെറുതെ വദീഫയൊക്കെ ക്ലിയറാക്ക്. ബാക്കി നീ സലാത്തിലേക്കോ, സലാത്തുൽ ഫാത്തിഹ ഞാൻ കൊണ്ടുപോകട്ടെ, തള്ളിയിട്ടില്ലെങ്കിൽ പോകാം. അപ്പോൾ അവിടെ നിന്ന് നോക്കി ഇവൻ്റെ വെറുതെ വദീഫയൊക്കെ ക്ലിയറാണ്. ശരി, അടിച്ചു വിട്ടു. തന്നെ